ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിലെ താമസക്കാർ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമായിരുന്നു വാഹന പാർക്കിംഗ് പ്രതിസന്ധി. വൈകുന്നേരങ്ങളിലായിരുന്നു പ്രതിസന്ധി കൂടുതൽ രൂക്ഷം. ജോലി കഴിഞ്ഞെത്തുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ ഏറെ നേരം അലയേണ്ടി വന്നിരുന്നു. ഇത് പരിഹരിക്കാനാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പെയ്ഡ് പാർക്കിംഗ് സംവിധാനം നടപ്പാക്കിയത്. ഇതോടെ അനധികൃത പാർക്കിംഗ് തടയാനായി. മാത്രമല്ല, പ്രദേശത്ത് പാർക്ക് ചെയ്യാറുള്ള വാണിജ്യാവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളും ഉടമകൾ മാറ്റി. അവീർ പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ഫർണിച്ചർ മാർക്കറ്റിൽ നിന്നുമുള്ള വാനുകളും ട്രക്കുകളും മിനി ബസ്സുകളും ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. പാർക്കിങ്ങിന് ഫീസ് ഈടാക്കാൻ തുടങ്ങിയതോടെ ഇത്തരം വാഹനങ്ങൾ മാറ്റുകയും മേഖലയിലെ താമസക്കാർക്ക് സ്വന്തം കെട്ടിടത്തിനു മുന്നിൽ പാർക്കിംഗ് ലഭിക്കുകയും ചെയ്തു. കാർ റെന്റൽ കമ്പനികളുടെയും യൂസ്ഡ് കാർ ബിസിനസ്സുകാരുടെയും വാഹനങ്ങളും ഇവിടെ നിർത്തിയിടാറുണ്ടായിരുന്നു. ഇത്തരം വാഹനങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിന് പണം നൽകേണ്ടതിനാൽ താമസക്കാരും വാഹനങ്ങളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തിയതായാണ് റിപ്പോർട്ട്. ബാച്ചിലർ താമസക്കാർ കാർ പൂളിംഗ് സംവിധാനത്തിലേക്ക് മാറി തുടങ്ങി. റോഡിലെ ഗതാഗത കുരുക്ക് കുറയാനും ഇത് കാരണമായിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.